അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരു കോടീശ്വരനാവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണ് നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായും കാണണം. ഹബീബി കം ടു മൈ ചാനൽ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഈ വീഡിയോ പറയുന്നത് എങ്ങനെ കോടീശ്വരനാവാമെന്നുള്ളൊരു ട്രിക്ക് ആൻഡ് ടിപ്സ് ഒക്കെ ആയിരിക്കുമെന്ന്. അതല്ല പറയാൻ പോകുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇവിടെ ദുബായിൽ വന്നൊരു ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് കോടീശ്വരനാവാൻ സാധ്യതയുള്ള ഹൈ ഡിമാൻഡായിട്ടുള്ള കുറച്ച് പ്രൊഫൈലുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2025 തീരാൻ പോകുന്നു. ഏറെക്കുറെ ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ 2025 പോയിട്ട് 2026 വരും. പക്ഷെങ്കിൽ 2033, അതായത് 2033 ദുബായിയുടെ ഒരു എക്കണോമിക് അജണ്ടയുണ്ട്. അതാണ് D33. അതായത് 2033 ആകുമ്പോഴത്തേക്കിന് ദുബായിയുടെ ഒരു എക്കണോമിയെ ഡബിൾ ആക്കുക എന്നുള്ളതാണ്. അതായത് 2025 കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വിഷൻസും കുറേ പ്രപ്പോസൽസും കുറേ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനകത്തിലൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് പ്രൊഫൈലുകൾക്കും ആ പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലിസ്റ്റുകൾക്കും ഒക്കെ നല്ല ഡിമാൻഡാണ്. ഈ D33 മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് AI, ഹെൽത്ത് കെയർ, റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആൻഡ് റിന്യൂവബിൾ എനർജീസ്. ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിസ്റ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കിന് മില്ലിയനെയർ ആവാൻ പറ്റും. സോ അപ്പോൾ ഈ മേഖലയിലെ ഹൈ ഡിമാൻഡായിട്ടുള്ള ഞാൻ പറഞ്ഞ മില്ലിയനെയർ ആവാൻ സാധ്യതയുള്ള 10 പ്രൊഫഷനുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ്. നിങ്ങളാണ് അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ മില്ലിയനെയർ ആവാൻ പോകുന്ന ആദ്യത്തെ വിഭാഗം. നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് BSc ഓർ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, AI ആൻഡ് ഡാറ്റാ സയൻസ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഈ എഡ്യൂക്കേഷൻ മേഖലയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടപ്പം ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു AIയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പഠിപ്പിക്കാനെ കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള സ്കില്ലോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല സാധ്യത ഉണ്ടെന്ന കാര്യം. ഇനി അങ്ങോട്ട് നമ്മൾ വരുന്ന വർഷങ്ങൾ AI യുഗമായിരിക്കും. AIയുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ദുബായ് പോലുള്ള അല്ലെങ്കിൽ UAE പോലെയുള്ള ഒരു വലിയൊരു രാജ്യത്തിന് ഈ AIയുമായിട്ട് അതായത് സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടെക്നോളജികളും എത്രയും വേഗം യൂസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ എത്രയും വേഗം അഡോപ്റ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ AIയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയും വർക്ക് ചെയ്യുന്നവർക്കും വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് നോക്കാം. നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് പറയുന്നത് 3 to 5 years എക്സ്പീരിയൻസ് ഇൻ ML ഓർ AI പ്രൊജക്റ്റ്. ഈ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം കൺട്രിയിൽ നിന്നാവാം, അതല്ല നിങ്ങൾ ഏതെങ്കിലും പുറം രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുമാകാം. ഇവൻ നിങ്ങളൊരു യൂറോപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള ഫോറിൻ കൺട്രിയിൽ പോയൊരു എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നാലും ഇന്ത്യയിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ഫ്രഷേഴ്സിന് വേണ്ടി ഉള്ളതല്ല. നിങ്ങൾ ഫ്രഷേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. 2033 സമയമുണ്ട്, ഇനിയും വർഷങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം പഠിച്ചൊക്കെ ഇറങ്ങുന്നവരാണ്, നിങ്ങൾ എത്രയും വേഗം തന്നെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കയറി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ അതല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കില്ല, നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ജോലി ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത്രയും ഡിമാൻഡും ഉണ്ടാവില്ല, ഇത്രയും ഒരു ഹൈ പേയും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു സാലറി പേ, ആ ഒരു പേ സ്കെയിലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാഫിനെ കൊണ്ടെത്തിക്കാൻ പറ്റും. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത് AED 25,000 മുതൽ 60,000 ദിർഹംസ് വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നൊരു സാലറി എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു പാക്കേജാണ്. അതായത് 25,000 എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളൊരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കും, ഇതിനകത്ത് എങ്ങനെയാണ് എനിക്ക് മില്ലിയനെയർ ആവാനുള്ള ഒരു സാധ്യത കിടക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ ആവാൻ പറ്റും എന്നുള്ള ചോദിച്ചാൽ അതിനുള്ള വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു 30 മുതൽ 35,000 ദിർഹംസ് വരെ സാലറി ഏൺ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു 20,000 നിങ്ങൾ ബാക്കപ്പ് ആയിട്ട്, അതൊരു സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ നിങ്ങൾ ഈ സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുന്ന വഴി നിങ്ങൾക്ക് ഒരു വർഷം ആവുമ്പോൾ ഒരു 2,40,000 ദിർഹംസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു വർഷത്തെ 2,40,000 ഈസിക്കൽ ടു നിങ്ങളൊരു 5 വർഷത്തേക്ക് നിങ്ങൾ ഇതേ കാറ്റഗറി അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ സേവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1.2 മില്യൺ ആണ്. അതായത് നിങ്ങളൊരു മില്ലിയനെയർ ആവും. അതായത് 5 കൊല്ലം കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മില്ലിയനെയർ ആവും. ഇനി അടുത്തൊരു മെത്തേഡാണ് UAE ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിന് 2 ഓപ്ഷൻ ഞാൻ തരാം. ഒന്ന് റിയൽ എസ്റ്റേറ്റ്, 2 സ്റ്റോക്ക് മാർക്കറ്റ്. ശരിക്കും UAEയിൽ ഇപ്പം എസ്പെഷ്യലി ദുബായിൽ ഏറ്റവും ബൂമിങ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. നിങ്ങളിപ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 5 കൊല്ലം നിങ്ങൾക്ക് നല്ലൊരു ROI ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഡിഫറൻസിലുള്ളൊരു ROI നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു മില്ലിയനെയർ ആവാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രൊഫഷൻ നോക്കാം. അത് മറ്റാരുമല്ല, ഡോക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റ്.
ഈ ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റിൽ ഡോക്ടേഴ്സ് അല്ലാതെ പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നേഴ്സസ് ആണ്. അത് BSc ആവാം GNM ആവാം. പക്ഷെങ്കിൽ GNMനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ BScക്ക് കുറച്ചുകൂടെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷെങ്കിൽ നിങ്ങളൊരു GNM നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളൊരു GNM ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് BSc ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc നേഴ്സിന് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാലറിയൊക്കെ നിങ്ങൾക്കും ഏൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നും നോക്കാം. ഫോർ ഡോക്ടേഴ്സിന് MBBS പ്ലസ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അത് ഏതിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ GP ഡോക്ടറെക്കാളും ഏറ്റവും കൂടുതൽ സാലറി ഏൺ ചെയ്യുന്നത് ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്. ഇനി നേഴ്സസിലോട്ട് പോയി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ BSc അല്ലെങ്കിൽ GNM നേഴ്സ് പ്ലസ് DH ഉണ്ടായിരിക്കണം. ദുബായിൽ വർക്ക് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ DH ഉണ്ടായിരിക്കണം. അബുദാബിയിലാണെങ്കിൽ ഹാദ് നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCLS ACLS ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനോട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇനി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ 2 to 10 years ഡിപ്പെൻഡിങ് ഓൺ സ്പെഷ്യാലിറ്റി. അതായത് ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സ്പെഷ്യലൈസേഷൻ ചെയ്ത ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ഉള്ള മേഖലയിൽ നിങ്ങൾക്ക് ഒരു 2 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി തിരിച്ച് നേരെ നമ്മൾ നേഴ്സുമാരിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഈ പറഞ്ഞ സ്പെഷ്യലൈസ് ആയിരിക്കണം. അതായത് ചിലപ്പം പീഡിയാട്രിക് വാർഡിൽ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ NICUവിൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സായിരിക്കാം, അല്ലെങ്കിൽ എമർജൻസി വാർഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഏതാണോ മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്തത് ആ മേഖലയിലുള്ള 2 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കും ഒരു പക്ഷെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്കും മില്യനെയർ ആവാൻ പറ്റും. ഇനി നേരെ നമുക്ക് സാലറി നോക്കാം. ഈ ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 20,000 മുതൽ 70,000 ദിർഹംസ് വരെയാണ്. അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചായിരിക്കും, പിന്നെ പ്ലസ് നിങ്ങളുടെ എക്സ്പീരിയൻസും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഒരു സാലറി വരുന്നത്. ഇനി നമുക്ക് നേരെ നേഴ്സുമാരുടെ ഒരു സാലറി നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 6,000 ദിർഹംസ് മുതൽ 20,000 ദിർഹംസ് വരെയാണ്. ഇതിൽ ഞാൻ പറഞ്ഞു GNMനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ BScക്ക് ആയിരിക്കാം ഈ ഒരു 6,000 എന്നുള്ളൊരു സ്റ്റാർട്ടിങ് വരുന്നത്. GNM ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4,000 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന BScയുടെ ഒപ്പം തന്നെ നിങ്ങൾക്കും ഈ പറയുന്ന ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ സാലറി ഏൺ ചെയ്യാൻ പറ്റും. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം, അതായത് എങ്ങനെ നിങ്ങൾക്ക് മില്യനെയർ ആവാം. അപ്പം ഞാൻ ആദ്യം ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയാം. നിങ്ങൾക്ക് ഹൈ ഡിമാൻഡാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു 2 കൊല്ലം 3 കൊല്ലം കൂടി ഇരിക്കും നിങ്ങൾക്ക് ജോബ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഡിമാൻഡഡ് സാലറിയിൽ നിങ്ങൾക്ക് ജോബ് സ്വിച്ച് ചെയ്ത് പോകാം. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഡോക്ടേഴ്സിന് ഓവർ ടൈം പ്ലസ് പ്രൈവറ്റ് പ്രാക്ടീസസ്, അതായത് ക്ലിനിക്കുകളിലൊക്കെ ഇപ്പം ചില ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈമായിട്ട് ക്ലിനിക്കുകളിലും പോകും ജോലി ചെയ്യാൻ. അപ്പം അങ്ങനെ ഒരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങളുടെ ഓവർ ടൈം, നിങ്ങളുടെ പ്രൈവറ്റ് ക്ലിനിക്കിലുള്ള ഒരു സാലറി, ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മില്യനെയർ ആവാൻ പറ്റും. ഇനി നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AED 1 മില്യൺ വരെ നിങ്ങൾക്ക് 3-4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ പ്രൈവറ്റ് പ്രാക്ടീസ് കൂടെ ചെയ്താൽ, അതായത് ഈ ഡ്യുവൽ പ്രാക്ടീസ്, അതായത് ഞാൻ ഹോസ്പിറ്റൽ പ്ലസ് ക്ലിനിക്കുകളിലൊക്കെ പോയി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3, 4, 5 ക്ലിനിക്കുകളിലൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു ക്ലിനിക്കിൽ ചിലപ്പോൾ 15,000 അല്ലെങ്കിൽ 20,000 വെച്ചായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 3, 4, 5 ക്ലിനിക്ക് വരെയൊക്കെ പോകുമ്പം ഒന്ന് ആലോചിക്കുക അപ്പോൾ എത്ര ഏൺ ചെയ്യാൻ പറ്റും ഒരു മന്ത്ലി. അപ്പോൾ അത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ ഒരു 5 കൊല്ലം കഴിയുമ്പം ഒരു മില്യനെയർ ആവത്തില്ല. പക്ഷേങ്കിൽ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് പോകണം, ലേറ്റ് നൈറ്റ് ആയിരിക്കാം വരുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ ഈ പറയുന്ന ഡോക്ടേഴ്സിന് ഒക്കെ ആണെങ്കിലും ഈ നേഴ്സുമാർക്കൊക്കെ ആണെങ്കിലും മില്യനെയർ ആവാം. പിന്നെ ഈ ഡോക്ടേഴ്സിന് വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കും ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡോക്ടേഴ്സിനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ച് ഒരു 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് ഫണ്ട് ബാക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്വന്തമായിട്ട് ക്ലിനിക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഓൺട്രപ്രണറായിട്ട് നിങ്ങൾക്കും മാറാം. അങ്ങനെ നിങ്ങൾക്കൊരു മില്യനെയർ ആവാനെ കൊണ്ടുള്ളൊരു സാധ്യത അവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് അടുത്ത 3ാമത്തെ പ്രൊഫൈൽ നോക്കാം. അതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ നോക്കാം. MTech, BTech അല്ലെങ്കിൽ BSc ഇൻ IT. അതുപോലെ സർട്ടിഫിക്കേഷൻസ് ഇൻ ക്ലൗഡ് ഓർ സൈബർ സെക്യൂരിറ്റി. ഇത്രയാണ് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 2 to 6 years ആണ് ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് വേണ്ടത്. അതും എക്സ്പീരിയൻസ് വേണ്ട മേഖലയെന്ന് പറയുന്നത് ഫിൻടെക് അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്മെൻറ്റ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതായത് ആപ്പ് ഡെവലപ്പിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്തുള്ളവർക്കാണ് ഈ പറയുന്ന ഹൈ ഡിമാൻഡായിട്ട് വരുന്നത്. ഇനി നമുക്ക് നേരെ ഇവരുടെ സാലറി സ്കെയിൽ നോക്കാം. ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ 40,000 ദിർഹംസ് വരെയാണ് ഒരു മാസം കിട്ടാവുന്ന സാലറി. അതായത് ഇത് ഞാൻ ആവറേജ് സാലറിയാണ് പറയുന്നത്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷന്, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷന്, ഇൻ്റർവ്യൂ പെർഫോമൻസ്, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഒരു സാലറി നിർണ്ണയിക്കപ്പെടുന്നത്. ഇനി നമുക്ക് മെയിൻ കാര്യം, അതായത് ഇവർക്ക് എങ്ങനെയാണ്, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന് എങ്ങനെയാണ് ഒരു മില്യനെയർ ആവാൻ 5 കൊല്ലം കഴിഞ്ഞാൽ സാധിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് വേ എന്ന് പറയുന്നത് സൈഡ് ഫ്രീലാൻസിങ് ആൻഡ് ആപ്പ് പ്രൊജക്റ്റ്. അതായത് ഇവിടെ ഒരുപാട്
ഒരുപാട് കമ്പനി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസായിട്ട് ഒരുപാട് സമയം വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സാലറി കൂടാതെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രീലാൻസായിട്ട് നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ഈ ഫ്രീലാൻസ് ചെയ്ത് ഏൺ ചെയ്യുന്ന മണി മതിയായിരിക്കാം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ലിവിങ് എക്സ്പെൻസിന് സർവൈവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സേവിങ്സ് തലത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ ഈ 15,000 സാലറി മേടിക്കുന്നവർക്കല്ല, ഒരു 30 മുതൽ 40-നകത്തൊക്കെ സാലറി മേടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു 18 മുതൽ 20,000 ദിർഹംസ് വരെ നിങ്ങളുടെ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റിയ നിങ്ങൾക്ക് 5 കൊല്ലം കഴിയുമ്പം 1.08 മില്യൺ മുതൽ നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു മില്യണിയറായി. ഇനി ഞാൻ നേരെ പോകുന്ന 4ാമത്തെ പ്രൊഫഷനിലേക്കാണ്. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ. ഞാനൊരു നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ എസ്പെഷ്യലി ദുബായിൽ ഏതൊരു ഇൻഡസ്ട്രി എടുത്തോട്ടെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും അവർക്ക് അവിഭാജ്യമായിട്ട് വേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഏറ്റവും വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ലൈക്ക് വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സിനൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. കാര്യം നമ്മുടെ നാട്ടിൽ 15,000, 20,000, 30,000 രൂപയ്ക്കൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും, ഈവൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോഗ്രാഫേഴ്സ് പോലും ഇവിടെ വന്നിട്ട് ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. അതിലേക്ക് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്താൽ പോലും നിങ്ങൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ ഡിമാൻഡുള്ളത്. കാര്യം ഏതൊരു സ്ഥാപനം എടുത്താലും അവിടെ ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും. അവിടെ ഞാൻ ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള ടീമുകളുണ്ടാകും. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, പിന്നെ മീഡിയ ബയേഴ്സ്, പിന്നെ സോഷ്യൽ മീഡിയ കണ്ടൻറ് റൈറ്റേഴ്സ്, വെബ് ഡെവലപ്പേഴ്സ്, അങ്ങനെ ഈ പറഞ്ഞ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരു ഹൈ ഡിമാൻഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനാണ് 4ാമത്തെ സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാനെന്നല്ല, 4ാമത്തെ സ്ഥാനം ഇപ്പം നിലവിൽ UAE ഉള്ളത്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ ലൈക്ക് ഗൂഗിൾ ഓർ മെറ്റ. പിന്നെ ഈ പറഞ്ഞ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനാണെങ്കിൽ നിങ്ങൾക്കൊരു മൾട്ടിമീഡിയയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലോ ഒക്കെ ഉള്ളൊരു ഡിഗ്രി ആണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രയോറിറ്റി ആയിരിക്കും. ഇനി ഈ ഒരു മേഖലയിലുള്ള പ്രൊഫഷണലുകൾക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 to 5 years ആണ്. ഈ പറയുന്ന മേഖലയിൽ തന്നെ നിങ്ങൾക്കൊരു 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധം ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ AED 15,000 മുതൽ 25,000 ദിർഹംസ് വരെയാണ് നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാലറി റേഞ്ച്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും സാലറി മേടിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മില്യണിയർ ആവാൻ പറ്റുന്ന? കാര്യം ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പ്രൊഫൈലുകൾ പോലുള്ളൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു സേവിങ്സ് നമുക്ക് പറ്റില്ലല്ലോ എന്ന് ചോദിക്കും. അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് പ്ലസ് ബ്രാൻഡിങ് കൊളാബ്സ്. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസായിട്ട് മറ്റൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ. ഇപ്പോൾ എഡിറ്റേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്യാം. ഇപ്പം മീഡിയ പേരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. ഗൂഗിൾ ആഡ്സ് കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല ബ്രാൻഡ് കൊളാബ്സ്, ഇപ്പോൾ പല ബ്രാൻഡുകളായിട്ടൊക്കെ നിങ്ങൾക്ക് കൊളാബ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന മേഖലയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ സാലറി പ്ലസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഈ പറയുന്ന ഫ്രീലാൻസ് ചെയ്ത് നിങ്ങൾക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് സാലറി സേവ് ചെയ്യാം. ഈ ഫ്രീലാൻസായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു എമൗണ്ട്, നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ എക്സ്ട്രാ ഇൻകം നിങ്ങൾ അങ്ങനെ ഏൺ ചെയ്യുന്നത് വഴി അത് നിങ്ങൾക്ക് ഡബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 20,000 ദിർഹംസ് അല്ലെങ്കിൽ 15,000 ദിർഹംസ് സാലറി കിട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതിൽ 30,000 ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 30-35 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഞാൻ ഈ പറഞ്ഞൊരു 20-അടുത്തൊരു 10-15 നിങ്ങളുടെ ഒരു ലിവിങ് എക്സ്പെൻസിനോ കാര്യങ്ങൾക്കൊക്കെ പോയാലും ഒരു 20,000 നിങ്ങൾക്ക് ബാക്കപ്പ് പിടിച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഈ പറഞ്ഞ 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ മില്യനെയർ ആവും. ഇനി നമുക്ക് 5ാമത്തെ പ്രൊഫൈൽ നോക്കാം. അതാണ് റിന്യൂവബിൾ എനർജി എഞ്ചിനീയേഴ്സ്. ഇനി ഇവർക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ BTech ഇൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഓർ റിന്യൂവബിൾ എനർജി. ഇനി ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 3 to 7 years എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതായത് ഒരു മിഡ് മുതൽ സീനിയർ ലെവലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഫ്രഷേഴ്സിനല്ല, ഒരു മിഡ് മുതൽ സീനിയർ ലെവലിലേക്കുള്ള ഒരാൾക്കുള്ള എക്സ്പീരിയൻസ് ആണ്
ആണ് വേണ്ടത്. 3 to 7 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇനി ഈ പറഞ്ഞ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി നോക്കാം. AED 18,000 മുതൽ 35,000 ദിർഹംസ് വരെയാണ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളിന് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി. ഇനി നമുക്ക് നേരെ മില്യനിയറിലോട്ട് പോകാം. അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഹൈ ഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു പുഷും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 1 ഇയർ 2 ഇയർ ഒക്കെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പനി സ്വിച്ച് ചെയ്യാൻ പറ്റും. ഒരു 2 പ്രാവശ്യം സ്വിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഹൈ ഡിമാൻഡ് സ്വിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് സാലറി, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു 30,000 ദിർഹംസ് മേടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കമ്പനി സ്വിച്ച് ചെയ്യുന്നത്, അതായത് ഒരു 1 ഇയർ 2 ഇയർ കഴിയുമ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ സാലറി ഗ്രോത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന സാലറി നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മില്യനിയർ ആവാം. ഇനി വേറൊരു വഴി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 30,000 ദിർഹംസ് സാലറി കിട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു 15,000 വെച്ച് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലം ആകുമ്പോൾ നിങ്ങൾക്കൊരു 900,000 നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ടിരിക്കും. അതായത് 1 മില്യൺ എടുത്തില്ലെങ്കിൽ 1 മില്യൺ അടുത്തെത്തി. പക്ഷേ പ്ലസ് നിങ്ങൾക്ക് പ്ലസ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആ പൈസയും കൂടെ നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മില്യൺ നിങ്ങൾക്ക് എന്തായാലും സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 6ാമത്തെ പ്രൊഫഷൻ നോക്കാം. അതാണ് ഏവിയേഷൻ ആൻഡ് എയറോസ്പേസ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷന് ഇവിടെ ഇത്രയും ഡിമാൻഡ് എന്ന് പറയാൻ കാരണം, ലോകത്തിലേക്കും ഏറ്റവും വലിയ എയർലൈനുകളിൽ ഒന്നാണ് ദുബായിയുടെ എമിറേറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ വർഷവും കൊല്ലവും എമിറേറ്റ്സിൽ ഹ്യൂജായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് തന്നെ നടക്കും. കാര്യം അവരത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എക്സ്പാൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റും പുതിയ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഹ്യൂജ് ഡിമാൻഡും ഉണ്ട്. പിന്നെ മാത്രമല്ല, എമിറേറ്റ്സിലൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മുടെ നാട്ടിൽ സർക്കാർ ജോലി കിട്ടുന്ന തരത്തിൽ ഏറെക്കുറെ അതേ കണക്കാണ് ഇവിടെ എമിറേറ്റ്സ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ. കാര്യം എമിറേറ്റ്സ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ കൊല്ലം അവരൊരു പ്രോഫിറ്റ് ഷെയറിൻ്റെ ഒരു വിഹിതം ഈ പറയുന്ന എംപ്ലോയീസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് ചിലപ്പം അവരുടെ 5 മാസത്തെ സാലറി ഒരുമിച്ചായിരിക്കാം കൊടുക്കുന്നത്. അതായത് 5 മാസത്തെ സാലറി ആയിരിക്കും അവരുടെ ഒരു പ്രോഫിറ്റ് ഷെയർ അല്ല ഒരു ബോണസായിട്ടൊക്കെ കിട്ടുന്നത്. അപ്പം ഒരു 20,000 ഒക്കെ ഉള്ളൊരു സാലറി ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ബോണസ് കിട്ടിക്കഴിഞ്ഞാൽ 5 മാസത്തെ സാലറി എന്ന് പറയുമ്പോൾ തന്നെ എത്ര പൈസ എന്ന് ആലോചിച്ച് വെക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ഒരു സേഫാണ്, സെക്യൂർഡാണ്. പിന്നെ മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടാവും. ഈ പറയുന്ന ഫ്ലൈറ്റിന് എയർ ഫെയറുകൾക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ടാവും. പിന്നെ ചില പൊസിഷൻ, അതായത് നല്ല മാനേജറിയൽ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റീസ് കൊടുക്കും. ലൈക്ക് അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അല്ലാത്തവർക്ക് അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു ഏവിയേഷൻ മേഖലയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ഇനി ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസവും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. BSc ഏവിയേഷൻ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഓർ പൈലറ്റ് ട്രെയിനിങ്, ഇതാണ് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്പീരിയൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പറഞ്ഞ മേഖലയിലുള്ള പ്രൊഫഷണലുകൾക്ക് വേണ്ടത്. ഇനി സാലറി റേഞ്ച് എന്ന് പറയുന്നത് AED 12,000 മുതൽ 50,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ സാലറി. ഈ 50 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പൈലറ്റുമാർക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏവിയേഷൻ ഹൈ ആയിട്ടുള്ള മാനേജറിയൽ എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ളവർക്കായിരിക്കാം കൂടുതലും കിട്ടുന്നത്. ഇനി ഇവർക്ക് എങ്ങനെയാണ് മില്യനിയർ ആവാമെന്നുള്ളത് നോക്കാം. ഒരു പൈലറ്റ് 25,000 വെച്ച് ഒരു മാസം സേവ് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലമാകുമ്പോൾ 1.5 മില്യനാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എമിറേറ്റ്സിലൊക്കെ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വർഷാവർഷം കിട്ടുന്ന ഈ പറയുന്ന ബോണസും ആനുകൂല്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സേവിങ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് 1.5 എന്നുള്ളത് ചിലപ്പോൾ 2 മില്യൺ വരെയൊക്കെ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 2 മില്യൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് വീണ്ടും റെൻ്റ് ഔട്ട് ചെയ്യുമോ അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും ഇത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കഴിയുമ്പോൾ അത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആ വഴി നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. അടുത്ത 7ാമത്തെ പ്രൊഫഷനാണ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ്. ഈ സോഷ്യൽ മീഡിയ ഉള്ള അത്യാവശ്യം ആളുകൾക്കറിയാം, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഉള്ള ആളുകൾക്കറിയാം, നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് പറയുന്ന മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ഇവിടെ വന്നിട്ട് കൂടുതലും റിയൽ എസ്റ്റേറ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ചെറുപറേ കാണാം വീഡിയോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഹ്യൂജായിട്ടുള്ളൊരു ഡിമാൻഡാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. മാത്രമല്ല ഡിമാൻഡ് മാത്രമല്ല നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രൊഫഷനിലേക്കാളും കൂടുതൽ ക്വിക്കായിട്ട്, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എനി ഡിഗ്രി പ്ലസ് റേറ സർട്ടിഫിക്കേഷൻ. അത് ഇവിടുത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കേഷനാണ്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ആ ഒരു റേറ സർട്ടിഫിക്കേഷൻ. അതിന് ഇച്ചിരി കോസ്റ്റും കാര്യങ്ങളുണ്ട്, അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റേറ സർട്ടിഫിക്കേഷൻ കിട്ടും. ഈ റേറ സർട്ടിഫിക്കേഷൻ പ്ലസ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റായിട്ട് UAE വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് പറയുന്നത് സെയിൽസ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. 1 മുതൽ 2 ഒരു 3 വർഷത്തിനുള്ളിലൊക്കെ ഉള്ള ഒരു സെയിൽസ് എക്സ്പീരിയൻസ് വേണം. ഈ എക്സ്പീരിയൻസിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ഒരാളോട് സംസാരിച്ച് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്ത് ഒരു കച്ചവടം നിങ്ങൾക്ക് നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ
കാര്യം. ഇനി നമുക്ക് സാലറിയിലോട്ട് നോക്കാം. ഈ ഒരു മേഖലയിൽ, അതായത് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി മേഖലയിലെ കൂടുതലും കമ്മീഷൻ വ്യവസ്ഥയിലുള്ള ഒരു ഇതായിരിക്കും. പിന്നെ ചിലയിടത്ത് മാത്രമുള്ള ചില കമ്പനികളാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് ടൈമിൽ, ഇപ്പം നിങ്ങളൊരു ന്യൂ കമറാണ്, നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ ഈ ഒരു നാട്ടിൽ എത്തിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് സാലറി പ്ലസ് കമ്മീഷൻ തരും. ബേസിക് സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടുത്തെ ഒരു ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ബേസിക് സാലറി പ്ലസ് കമ്മീഷനാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഈ ബേസിക് സാലറി തരുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ്റെ ഒരു പെർസെൻറ്റേജ് കുറവായിരിക്കും. നിങ്ങൾക്ക് കാര്യം കമ്മീഷൻ സാലറി തരുന്നുണ്ട്. അതല്ല പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് 50-50, അതായത് കമ്മീഷൻ്റെ 50-50. അതായത് നിങ്ങളൊരു 1 million ഒരു പ്രോപ്പർട്ടി നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര കമ്മീഷൻ കിട്ടുന്നു അതിൻ്റെ 50%. ഇനി എങ്ങനെ മില്യനിയർ ആവാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മില്യൻസിൻ്റെ പ്രോപ്പർട്ടിയാണ് സെല്ല് ചെയ്യുന്നത്. പക്ഷേ ആ സെല്ല് ചെയ്യുന്ന നിങ്ങളൊരു മില്യനിയർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ടുള്ളൊരു സെയിൽ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ലക്ഷറി പ്രൊജക്റ്റും, അതായത് നിങ്ങൾ സെല്ല് ചെയ്യുന്നത് ഇപ്പോൾ 1 million 2 million അങ്ങനെയുള്ളൊരു ഗ്രാഫ് അല്ലാതെ നിങ്ങൾ മില്യൻസ് 10 million 15 million ഇവർ കുറഞ്ഞതൊരു 5 million എബോവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് സെല്ല് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മന്ത്ലി ഒരു 1-2 സെല്ല് ചെയ്യുക എന്നുള്ള ടാർഗറ്റിൽ നിങ്ങൾ മിനിമം ഒരു മന്ത്ലി ഒരു 1-2 ഒക്കെ ക്ലോസ് ചെയ്ത്, അതായത് 1-2 എന്ന് പറയുന്നത് ഒരു 5 million ആവറേജ് ഉള്ളൊരു 1-2 ഒക്കെ പ്രോപ്പർട്ടിയൊക്കെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മില്യനിയർ ആവാൻ പറ്റും. ഞാനീ പറഞ്ഞ മറ്റുള്ള പ്രൊഫഷനേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും വളരെ ക്വിക്കായിട്ട്. അടുത്താണ് 8ാമത്തെ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ്. ഇവർക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് MCOM, BCOM, MBA ഇൻ ഫിനാൻസ്, അതുപോലെ CFA ഓർ CPA. ഇനി ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 3 to 7 years എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ്, ഫിനാൻസ്, അതുപോലെ ഫിൻടെക്, ഈ പറഞ്ഞ മേഖലകളിലൊക്കെയുള്ള എക്സ്പീരിയൻസ്, അതായത് 3 മുതൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് നേരെ സാലറിയിലോട്ട് പോയി കഴിഞ്ഞാൽ AED 18,000 മുതൽ 45,000 ദിർഹംസ് വരെയാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന സാലറി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ജൂനിയർ അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരല്ല, ഹൈ പ്രൊഫൈലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കൊരു AED ഒരു 18,000 മുതൽ 45,000 വരെ ഏൺ ചെയ്യാം. ഇനി നമുക്ക് നേരെ മറ്റേ മില്യനിയർ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. ഇവർക്ക് ഒന്ന് ഹൈ സാലറി പ്ലസ് നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണ് നിങ്ങൾക്ക് കൂടുതലും ഈ പറയുന്ന 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മില്യനെയർ ആവാനൊക്കെ ഉള്ളൊരു വേ. ഇനി അടുത്ത ഒരു വഴി എന്ന് പറയുന്നത് സ്മാർട്ട് ഫിനാൻസ്. അതായത് നിങ്ങളിപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വാറ്റ് രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ന്യൂ ആയിട്ടുള്ള, അതായത് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കമ്പനി ഉണ്ടാകും. അവർക്കൊക്കെ ഇതുപോലൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ സാലറി എംപ്ലോയി ആക്കി വെക്കാനെ കൊണ്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത വരുന്ന അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ, അങ്ങനെയുള്ള കുറച്ച് കമ്പനികൾ നിങ്ങൾ സോർട്ട് ചെയ്തിട്ട് ഈ കമ്പനികൾക്ക് വേണ്ടി ഫ്രീലാൻസായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം, അതായത് നിങ്ങളുടെ ഒരു സാലറി ഡബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഈ ഒരു എക്സ്ട്രാ മണി വെച്ച് നിങ്ങളുടെ ഒരു ലിവിങ്ങും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അടുത്ത 9ാമത്തെ പ്രൊഫൈലാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജേഴ്സ്. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ദുബായ് എന്ന് പറയുന്ന ഒരു വേൾഡ് വൈഡ് ടൂറിസ്റ്റ് ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖലയിലേക്ക് ഒരുപാട് ഡിമാൻഡുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഈ മന്ത് എൻ്റെ മിറാക്കിൾ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഇനിയിപ്പം അടുത്തൊരു മാസത്തോടുകൂടി ഇവിടെ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്തൊരു 6 months എന്ന് പറയുന്നത് ദുബായുടെ ഒരു സീസൺ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സീസണലായിട്ടുള്ള ഒരു ടൂറിസം ബൂമിങ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖല വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഡിമാൻഡും വരും. ഇനി ഇവർക്ക് ഒരു എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ BHM ഹോട്ടൽ മാനേജ്മെൻറ്റ് ടൂറിസം സ്റ്റഡീസ്. ഇനി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 4 മുതൽ 10 വർഷത്തെ ഹോട്ടൽ ആൻഡ് റിസോർട്ട് എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 12,000 മുതൽ 30,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുന്ന സാലറി. ഇനി നമുക്ക് മില്യനിയർ പാത്ത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോണസ് പ്ലസ് പെർക്സ്, അതായത് ഹൗസിങ്, മീൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ മണി നിങ്ങൾക്ക് ഈ പറയുന്ന സേവിങ്സിലൂടെ നിങ്ങൾക്ക് മാറ്റിയിട്ടാലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ബോണസ് വെച്ച് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്കൊരു സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും. നിങ്ങൾക്കൊരു 10 മുതൽ 15,000 ദിർഹംസ് വരെയൊക്കെ നിങ്ങൾക്കൊരു മാസം ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് 600,000 to 900,000 നിങ്ങൾക്കൊരു സേവിങ്സ് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു മില്യനിയർ ആവണമെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചുകൂടി നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മില്യനിയർ ആവാനുള്ളൊരു സാധ്യതയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് 10ാമത്തേതാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജേഴ്സ്. ഇത് ഞാൻ എൻ്റെ വീഡിയോ കമൻറ്റിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ലോജിസ്റ്റിക്സിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ്, ലോജിസ്റ്റിക്സിന് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഡിമാൻഡുണ്ട്, ടോപ്പ് 10 നിങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BBA ഓർ MBA ഇൻ സപ്ലൈ ചെയിൻ, PNB ഓർ SCM സർട്ടിഫിക്കേഷൻ. ഇനി എക്സ്പീരിയൻസിലോട്ട് പോയി കഴിഞ്ഞാൽ 3 to 8 years എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ 40,000 ദിർഹംസ് വരെയാണ് നിങ്ങൾക്ക് ഒരു മാസം
എൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങളുടെ ഒരു മില്യനിയർ പാത്വേ എന്ന് പറയുന്നത് ദുബായ് ഒരു ഗ്ലോബൽ ട്രേഡിംഗ് ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് കൂടുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഇനി മാത്രമല്ല, ഒരു 30,000 സാലറിയൊക്കെ കിട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു മാനേജറി പോസ്റ്റ് ഇരിക്കുന്ന ഒരു 30,000 സാലറിയൊക്കെ മേടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു 10 to 15K നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 600 to 900,000 നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് കയ്യിലുണ്ടാവും. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 പ്രൊഫഷനുകളാണ് അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ദുബായിലെ മില്യനിയേഴ്സ്. അപ്പം നിങ്ങളും ആ പറഞ്ഞ 10 പേരിൽ ഉള്ളവരാണോ, അല്ലെങ്കിൽ ആ 10 പ്രൊഫഷനിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.